നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നു. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്നേഹം. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം. സ്നേഹിക്കാൻ ആഗ്രഹിക്കാതെ ഒരു മനുഷ്യരും ഈ ലോകത്ത്. എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ പരിഗണിക്കണം, എല്ലാവരും എന്നെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ. അപ്പോൾ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു പ്രാധാന്യം തന്നെയാണുള്ളത്. എന്താണ് യഥാർത്ഥ സ്നേഹം? നമ്മൾ ചില സമയത്ത് പറയാറുണ്ട് നമ്മൾ, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും എനിക്കെന്താ സ്നേഹം കിട്ടാതെ. ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാറുണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയാറുണ്ട്, മക്കൾ മാതാപിതാക്കളോട് പറയാറുണ്ട്, മാതാപിതാക്കൾ മക്കളോട് പറയാറുണ്ട്, സുഹൃത്തുക്കൾ തമ്മിൽ പറയാറുണ്ട്, ഇല്ലേ? അപ്പോൾ എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങലാണോ സ്നേഹം? ആണോ? ഒരിക്കലുമല്ല. യഥാർത്ഥ സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും 24 മണിക്കൂറും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മളെ ഒരുപാട് എന്താ പറയുക, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ അത് കൊള്ളാം, ഇത് കൊള്ളാം എന്ന് പറയുന്നതല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു സ്പർശനമായിരിക്കും, ചിലപ്പോൾ ഒരു ഫോൺ കോളായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു സംസാരമായിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ. പിന്നെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുമ്പം അതിൽ പ്രശ്നങ്ങളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, പരാതികളുണ്ടാവും, എന്താ പറയുക, അങ്ങനെ കുറേ കാരണങ്ങളെല്ലാം ചേർന്ന് വരുന്നതായിരിക്കും ആ ഒരു അവസ്ഥ. അപ്പോൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എത്ര ദൂരെയായിരുന്നാലും, എന്താ പറയുക, ഒരുപാട് ദൂരെയാണെങ്കിൽ പോലും ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരിടം എന്നും ആ വ്യക്തി സൂക്ഷിക്കും. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ രക്തബന്ധം വഴി വരുന്നൊരു ബന്ധമല്ല, ഒരിക്കലുമല്ല. നമ്മൾ രക്തബന്ധത്തിലൂടെ വരുന്നൊരു ബന്ധമല്ല ഭാര്യ ഭർത്തൃബന്ധം. പക്ഷേ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധങ്ങളിലൊന്നാണ്, ഏറ്റവും മികച്ച ബന്ധങ്ങളിലൊന്നാണ് ഭാര്യ ഭർത്തൃബന്ധം. കാരണം എന്താണെന്നറിയാമല്ലോ? വേറെ ഒന്നുമല്ല, മറ്റെല്ലാ ബന്ധങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിൽ നിന്ന് മാത്രമാണ് തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ ഫലമാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്ന ഓരോ തലമുറയും. അപ്പോൾ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആദ്യം മാതാപിതാക്കളോടാണ്. അവരുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മളിൽ വന്ന് അവസാനിച്ച് നിർത്തിയേക്കുന്നത്. അതിനർത്ഥം അതിൽ സ്നേഹത്തിൻ്റെ അളവുകോലാണ്, സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് എത്രത്തോളം നമ്മൾ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഇനി സ്നേഹം പല രീതിയിലാകാം. എനിക്ക് ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് ഒരു ചേട്ടൻ ഇട്ട കമൻറ്റിൽ നിന്ന് അതാണ് എനിക്കൊരു സത്യമായ ഈ ഒരു ടോപ്പിക്കിനെ കിട്ടാൻ കാരണം. ആ ചേട്ടൻ പറഞ്ഞു, സ്നേഹിക്കുന്നത് ഏത് രീതിയിൽ സ്നേഹിച്ചാലും കുഴപ്പമില്ല, നമുക്ക് സ്നേഹമാണ് പ്രധാനം. സ്നേഹം പ്രധാനമാണ്, സ്നേഹം പ്രധാനമല്ലെന്നല്ല പറയുന്നത്. സ്നേഹം നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തി സ്നേഹിക്കേണ്ട രീതിയിൽ അതനുസരിച്ച് സ്നേഹിച്ചാലാണ് ആ സ്നേഹത്തിന് വിലയുണ്ടാവുന്നത്. അതല്ലാതെ നമ്മൾ സ്നേഹം അഭിനയിച്ചത് കൊണ്ടോ, എന്താ പറയുക, തൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിച്ച് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്ന സ്നേഹം കൊണ്ടോ അതിന് സ്നേഹമെന്ന് നമ്മൾ എങ്ങനെ വിളിക്കുക? അതിൻ്റെ സ്നേഹമൊന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്നേഹം വിട്ടുകൊടുക്കലാണ്, പങ്കുവയ്ക്കലാണ്, ഒക്കെയാണ്. എങ്കിൽ പോലും സ്നേഹിക്കുന്ന എല്ലാ വ്യക്തിയും ആഗ്രഹിക്കും എന്നെ തിരിച്ച് സ്നേഹിക്കണം. പക്ഷേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതേപടി തിരിച്ച് കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ലോകത്ത് ആരെയും തിരിച്ചു കൊടുക്കുന്നതിൻ്റെ അതേ അളവ് പോലെ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടുമില്ല. കാരണം എന്താണെന്നറിയോ? സ്നേഹത്തെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്കെല്ലാവരോടും സ്നേഹമാണ്, പക്ഷേ ഓരോരുത്തരെ സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണെന്നേ ഉള്ളൂ. ഇപ്പം ഒരു ഭർത്താവിനൊരു ഭാര്യയോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവും, തിരിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവും, മാതാപിതാക്കൾക്ക് മക്കളോടും തോന്നുന്ന ബഹുമാനം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് മാറും. പക്ഷേ എങ്കിൽ പറഞ്ഞാലും ആരംഭികമായിട്ട് എല്ലാവരോടും സ്നേഹം തന്നെയാണ്. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, പോട്ടെ സാരമില്ല, നമുക്കിത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് എന്താ പറയുക, ഒരു നിവൃത്തിയില്ലാതെ, അങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ, ഒരു നിവൃത്തിയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അന്നേരം പ്രതീക്ഷിക്കുന്ന ആരെയാണ്? ഇന്ന ആൾ നമ്മളെ സഹായിക്കും, ഇന്ന ആൾ നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ
നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ തിരിച്ച് തരുന്നില്ല എന്ന് മാത്രമല്ല, തിരിച്ച് കിട്ടുന്നത് അവഗണനയാണെങ്കിൽ നമ്മൾ അന്ന് മനസ്സിലാക്കും സ്നേഹത്തിനൊന്നും പ്രത്യേകിച്ച് യാതൊരു മഹത്വവും ഇല്ലെന്ന്. അത് സത്യമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നമ്മൾ ഒരു പക്ഷേ ഒരു ചിരിയിൽ ഒതുക്കുന്ന ബന്ധങ്ങളായിരിക്കും നാളൊരു സമയം നമുക്കൊരു താങ്ങായിട്ട് കരുതലായിട്ടൊക്കെ വരുന്നത്. അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഞാനും ഇതേ കണക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോഴത്തേക്കും ഞാനും ഒന്ന് പകച്ചു നിന്നൊരു സമയം എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിന്ന സമയം എൻ്റെ മുമ്പിലും വന്നു. അപ്പോഴേ എനിക്ക് വിശ്വാസമുള്ള, ഞാൻ സ്നേഹിക്കുന്ന, എന്നെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ കരുതിയ കുറേ പേരുടെ അടുത്ത് ഞാൻ ചെന്നു. പക്ഷേ അവരൊക്കെ എന്നോട് തിരിച്ച് പറഞ്ഞ മറുപടി ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. എന്നോട് പറഞ്ഞതാണ്, നിന്നോട് എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ സംസാരിച്ചോളാം, പക്ഷെ പൈസയുടെ കാര്യം മാത്രം സംസാരിക്കേണ്ട. അപ്പോൾ അവർ സ്നേഹം എന്ന് പറയുന്നതിന് അവർ വെച്ച അളവ് പോലെന്ന് പറയുന്നത് സാമ്പത്തികമാണ്. പക്ഷെ ഞാൻ തിരിച്ച് പ്രതീക്ഷിച്ചത് എന്താണെന്നറിയാമോ? എൻ്റെ അവസ്ഥ ഞാൻ ചെന്ന് പറയുമ്പോൾ എന്നെ അറിയുന്നൊരു വ്യക്തി, മനസ്സിലാക്കുന്ന വ്യക്തി എന്നെ അതേ അർത്ഥത്തിൽ തിരിച്ച് സ്നേഹിക്കും, മനസ്സിലാക്കും എന്നുള്ള മിഥ്യാധാരണയോടുകൂടി പോയതാണ് എൻ്റെ തെറ്റ്. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, വല്ലപ്പോഴും എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഓർത്തെടുക്കാൻ ഒന്നോ രണ്ടോ ഒരു സാഹചര്യമല്ലാതെ കൂടുതലൊന്നുമില്ലാത്ത വ്യക്തികൾ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടു മറന്ന മുഖങ്ങൾ, അവരാണ് എനിക്കൊരു താങ്ങായിട്ട്, ഒരു കരുതലായിട്ട്, ഒരു അനിയത്തിയെ പോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ ഈ യാത്രയിൽ എൻ്റെ കൂടെ നിന്ന ആ വ്യക്തികളെ എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കൊക്കെ ഞാൻ എന്നോ എവിടെയോ വെച്ച് ചിരിച്ചു മറന്ന മുഖങ്ങളാണ് അവരൊക്കെ. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ അറിയാം, എൻ്റെ അവസ്ഥ അറിയാം. അതിനേക്കാളൊക്കെ ഉപരി എന്നെ അവർ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. വിശ്വാസമാണ്, അതിൽ നിന്നാണ് നമുക്ക് സ്നേഹം ഉണ്ടാവുന്നത്. അപ്പോൾ എനിക്ക് അവർ സഹായിക്കും, അല്ലെങ്കിൽ അവർ തരും, അവരെന്നെ ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ലാതെയാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ എന്നെ അവർ ചേർത്ത് നിർത്തി, എന്നെ പരിഗണിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുക, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മൾ പരിചയമുള്ളവരെന്നോ പരിചയമില്ലാത്തവരെന്നോ, നമ്മളിപ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുന്നു, നമ്മുടെ ഓപ്പോസിറ്റ് നമുക്ക് നടന്നു വരുന്നവരെ ഒന്ന് ചിരിച്ചത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഇല്ലേ? പക്ഷേ ആ കൊടുക്കുന്ന ആ ഒരു പുഞ്ചിരിയായിരിക്കും നാളൊരു സമയം നിങ്ങൾക്കൊരു പ്രതിഫലമായിട്ട് ദൈവം കൊണ്ട് തരുന്നത്. എന്നെ സഹായിക്കും, അല്ലെങ്കിൽ എന്നെ ചേർത്ത് നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കരങ്ങളൊക്കെ എന്നെ തട്ടിമാറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ നിസ്സഹായതയിൽ പൊട്ടിക്കരഞ്ഞ ദിവസങ്ങളും പൊട്ടിക്കരഞ്ഞ സമയങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിച്ചു, അന്നേരം ഇവരെന്നേക്കാളും സ്നേഹിക്കുന്നത് പണത്തിനെയാണോ? പണമെന്ന് പറയാൻ അളവ് പോലും കൊണ്ടാണ് ഇവരെന്നെ അളക്കുന്നത് എന്ന് വരെ ഞാൻ ചിന്തിച്ച ദിവസങ്ങൾ, ആഴ്ചകൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഓരോ പാഠങ്ങളും പഠിക്കും. അതായത് നമ്മൾ സ്നേഹിച്ച് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഇവർ തന്നെ നമ്മളെ പഠിപ്പിക്കും യഥാർത്ഥ സ്നേഹം എന്താണ്, കപടത നിറഞ്ഞ സ്നേഹം എന്താണ്. മറ്റുള്ളവർ തന്നെ നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് കിട്ടാതെ വരുമ്പം ഇവർ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളിലൊന്നാണ്. അപ്പോഴും നമ്മൾ സ്നേഹിക്കുക, ഉള്ളറിഞ്ഞ് സ്നേഹിക്കുക. നമ്മുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ എല്ലാം അറിയുന്ന ദൈവം നമുക്ക് അതിനുള്ള പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളിൽ നിന്ന് തന്നെ തിരിച്ചു കിട്ടണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. നമുക്കുള്ളത് എവിടെയോ ദൈവം സുരക്ഷിതമായിട്ട് കരുതിയിട്ടുണ്ടെന്ന് മാത്രം കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, എന്താ പറയുക, ഇനി ആര്, ഇനി എന്ത് എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മളെ സഹായിക്കാനായിട്ട്, നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട്, വിഷമിക്കേണ്ട എന്ന് പറയാനായിട്ട് ദൈവം ആരെങ്കിലുമൊക്കെ നിയോഗിച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ നമുക്കൊരു വാക്ക് മതിയായിരിക്കും നമ്മുടെ ആ ഒരു സങ്കടത്തെ നമുക്ക് അതിജീവിക്കാൻ, ഇല്ലേ? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഈ ഒരു യാത്രയിൽ ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അവർ. ഒന്ന്, എൻ്റെ ഏറ്റവും 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 എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഒരു ഫ്രണ്ട്. ഇന്ന് എനിക്ക് ഫ്രണ്ട് എന്നതിനപ്പുറം എനിക്കൊരു പ്രശ്നം വന്നാൽ നമുക്കത് ചെന്ന് പറയാനാണെങ്കിലും
ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ഇങ്ങനെ ചെയ്ത അതൊരു എന്താ പറയുക, ഒരു അഡ്വൈസാണ് പറയുന്നത്. അത് നീ അത് ചെയ്യണം എന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് നമ്മളെ എന്താ പറയുക, ഒരു ഗൈഡൻസ് തരുന്നതിന്, എന്നെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതിന്, എന്താ പറയുക, വീണു പോകുമെന്ന് എനിക്കും ഉറപ്പുണ്ടായിരുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ ഒരു ധൈര്യം തന്ന് എൻ്റെ കൂടെ നിർത്തിയ എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ പോരാ, അവരെല്ലാവരെയും ഞാൻ ഇന്ന് ഈ ഒരു നിമിഷം കൂടെ ഒരു നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കുമെന്ന് കരുതി ഞാൻ ചുറ്റും നിന്നവരിലൊന്നും ഞാൻ ആ സഹായം കണ്ടില്ല. ദയനീയമായ നോട്ടം പോലും എനിക്ക് കിട്ടിയില്ല. എല്ലാവരും ഇവിടെ പോകാൻ പോന്നോ, എനിക്ക് ഇവക്കത് കിട്ടാൻ പോന്നോ, ഇവിടൊന്നും പോകത്തൊന്നും ഇല്ലെന്നേ, ഇവക്ക് കൊടുത്താലൊന്നും കിട്ടത്തൊന്നും ഇല്ലെന്നേ, അങ്ങനെയുള്ള വാക്കുകൾ മാത്രമേ എൻ്റെ ചെവികളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ 2 പേരും മാത്രം എന്നെ വിശ്വസിക്കാൻ തയ്യാറായി. എൻ്റെ കൂടെ നിന്നു, എന്നെ ചേർത്ത് നിർത്തി, എൻ്റെ വീഴ്ചകളിൽ എന്നെ താങ്ങി. അതാണ് നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ള ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് സുരക്ഷിതമായ കരങ്ങളിൽ ദൈവം തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അവരെ നമുക്ക് തിരിച്ചു തരണമെന്ന് വാശി പിടിക്കാനോ ഒന്നിനും പോകണ്ട. നമ്മൾ കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് നമുക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടും. ഇനി ഈ ആത്മാർത്ഥതയില്ലാത്ത മനുഷ്യരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ സ്നേഹം എന്ന് പറയുന്ന വികാരത്തെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയായിട്ട് എന്തിനാണ് സ്വീകരിക്കുന്നത്? സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഒരാൾക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അത് അവർ ചോദിക്കുന്നത് കൊടുക്കണമെന്നില്ല. അവരെ ഒന്ന് എന്താ പറയുക, ഒന്ന് മെൻ്റലി സപ്പോർട്ട് ചെയ്യാം. പോട്ടെ, സാരമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പം അത് തന്നെ അവരെ മാനസികമായിട്ട് അവർക്ക് ഒരു എന്താ പറയുക, ഒരു താങ്ങാവുകയാണ് ചെയ്യുന്നത്. ഇത് അവരെ മെൻ്റലി അവരെ അങ്ങ് എന്താ പറയുക, അത്രയും ഡൗൺ ആക്കുന്നു. അവർക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് വരെ മനുഷ്യരെ കൊണ്ടുവരുന്ന ആൾക്കാർ ചുറ്റിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിലാകുന്നു, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറുന്നു എന്ന് കാണുമ്പോഴും ഇവർ പറയുന്ന അടുത്ത ഡയലോഗ് എന്താണെന്ന് ഞാൻ പറയട്ടെ. കണ്ടില്ലേ, അവൾ പോയി, രക്ഷപ്പെട്ടു, അവൾ വന്ന വഴിയൊക്കെ അങ്ങ് മറന്നു. ഇതും ഞാൻ കേട്ട വാക്കാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ ജീവിത രീതി മാറിക്കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് അതുവരെ നമ്മളെ സഹായിക്കാത്തവർ, നമ്മളവരുടെ വീട്ടിൽ ചെന്നതുമാണ്, അവരോട് ചോദിച്ചതുമാണ്, ഒക്കെയാണ്. പക്ഷെ അതുവരെ നമ്മളെ സഹായിക്കാത്തവർ പിന്നീട് നമ്മളെ വിളിക്കും, കുശലാന്വേഷണം നടത്തും, സുഖമാണോ, ജോലിയുണ്ടോ, അവരുടെ മെയിൻ ലക്ഷ്യം എന്താ, സാലറി എന്താണെന്ന് അറിയണം. അതായത് വെറും സാമ്പത്തികം മാത്രം മുൻനിർത്തിക്കൊണ്ട് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക മനുഷ്യരും. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ഒന്നും തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. എല്ലാ മനുഷ്യരും സ്നേഹമെന്ന് പറയുന്നത് വെറും ഒരു നാടകമാണ്, അല്ലെങ്കിൽ ഒരു അഭിനയമാണെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല. എന്നെ സുനാമിയും പ്രളയവും ഒക്കെ പറഞ്ഞ് ഈ പ്രപഞ്ചം തന്നെ തമ്പുരാൻ നശിപ്പിച്ച് കളഞ്ഞനെ. ഇങ്ങനെയുള്ള നല്ല മനുഷ്യരും ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ സ്നേഹത്തെ ബഹുമാനിക്കുക. സ്നേഹം നല്ലത് തന്നെയാണ്. ശരിയായ അർത്ഥത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ സ്നേഹം നല്ലത് തന്നെയാണ്. എന്താ പറയുക, സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ സ്നേഹം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ട രീതിയിൽ മാത്രം കൊടുത്താലേ സ്നേഹത്തിന് വിലയുള്ളൂ. അതല്ലാതെ എന്താ പറയുക, അത് അർഹിക്കാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കണക്ക് നല്ല പണി കിട്ടും. മനസ്സിലായോ? എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ കാണത്തില്ലേ, വിശ്വസിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ മാറ്റി നിർത്തുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത്. മറ്റുള്ളവർ നമ്മളെ എന്തു പറഞ്ഞാലും നമുക്കത് അത്രയും
നമ്മളെ മാനസികമായിട്ട് നമ്മളെ ബാധിക്കില്ല. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തളർന്നു പോകും. അങ്ങനൊരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.